അമേരിക്കയ്ക്ക് പിന്നാലെ ഇന്ത്യയുടെ മേൽ നമ്മുടെ മെക്സിക്കോ താരിഫ് ചുമത്തി എന്ന് പറഞ്ഞൊരു വാർത്ത വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? എത്രത്തോളം ശരിയാണ് ഈ ഒരു വാർത്ത? ആദ്യം തന്നെ മെക്സിക്കോ ഒരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. 50% വരെ നികുതി ചില ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഇറക്കുമതി ഉൽപ്പന്നങ്ങളിൽ ചുമത്താനായിട്ട് ഒരു പുതിയ തീരുമാനം മെക്സിക്കൻ ഭരണകൂടം എടുത്തിരിക്കുകയാണ്. ഇത് ശരി തന്നെയാണ്. ഏതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഇത് ബാധിക്കുക? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം മെക്സിക്കോ എടുത്തത്? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് തന്നെ മെക്സിക്കോയും ആഭ്യന്തര ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ ചുവട് പിടിച്ച് മെക്സിക്കോയും ആ വഴിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പല രാജ്യങ്ങളും ഇന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവും. ഇന്ന് ഒരുപാട് രാജ്യങ്ങൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം സ്വാഭാവികമായി തന്നെ ചൈനയ്ക്ക് ഒരു ഡോമിനൻസ് ഇന്ന് വ്യാപാരത്തിന്റെ കാര്യത്തിൽ കൈവന്നിട്ടുണ്ട്. ഇത് അപകടമാണെന്ന് ഒരുപാട് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മെക്സിക്കോ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയും പലതരത്തിലുള്ള ബാരിയറുകൾ ട്രേഡിന്റെ കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് US നമ്മളും തമ്മിലുള്ള ഒരു ട്രേഡ് ഡീൽ ഇതുവരെ സംഭവിക്കാത്തത്. അതായത് ഇന്ത്യയും നമ്മുടെ മാർക്കറ്റിലേക്ക് വിദേശ ഉൽപ്പന്നങ്ങൾ വരുന്നതിന് വളരെ മുമ്പേ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അത് 50% ഒന്നുമല്ല, പല പ്രോഡക്റ്റുകൾക്കും വളരെ ഉയർന്ന ശതമാനം, പലപ്പോഴും 100% വരെ നികുതി പോലും നമ്മൾ ചുമത്തിയിട്ടുണ്ട്. ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് നമ്മൾ അടുപ്പിക്കുക പോലുമില്ല. കാരണം നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തെയും നമ്മുടെ രാജ്യത്തിനകത്തെ കർഷകരെയും ബിസിനസ് സംരംഭകരെയും ഒന്നും ബാധിക്കാത്ത തരത്തിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ മറ്റു ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് കൊണ്ടുവരുന്നത്. പലപ്പോഴും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് നമ്മൾ ചൈനയൊക്കെ ആശ്രയിക്കാറുള്ളത്. അതുപോലെ മെക്സിക്കോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, തായ്ലൻഡ്, സൗത്ത് കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക്, എല്ലാ പ്രോഡക്റ്റുകൾക്കുമല്ല, ചില ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് ഇവിടെ മെക്സിക്കോ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ താരിഫ് യുദ്ധം നടക്കുന്ന ഒരു സമയമായതുകൊണ്ട് മാത്രമാണ് ഇത് വാർത്തയാവുന്നത്. സ്വാഭാവികമായിട്ട് പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ട്രേഡ് ബാരിയറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രാജ്യത്ത് വ്യാപകമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്, ആ രാജ്യത്തിന്റെ എക്കണോമിയിൽ അല്ലെങ്കിൽ കയറ്റുമതിയിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രോഡക്റ്റ്, അത് കാർഷിക ഉൽപ്പന്നമോ എന്തുമാകട്ടെ, അതേ പ്രോഡക്റ്റ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാളും വിലക്കുറവിൽ ഇന്ത്യയോ ചൈനയോ ആ രാജ്യത്ത് കൊണ്ടുവന്ന് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വിറ്റുപോകുമെന്നത് ശരിയാണ്. പക്ഷെ ആ രാജ്യത്തിനകത്തെ ഉൽപ്പാദകർക്ക് അത് കനത്ത തിരിച്ചടിയാവുകയും ആ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരില്ലാതെ വരികയും കാലക്രമേണ അവരുടെ ബിസിനസ്സിനെ അത് കാര്യമായി ബാധിച്ച് ഒരുപക്ഷെ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരുണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യും. ഈ ഒരു പ്രശ്നം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും ഇത്തരത്തിൽ പല ഉൽപ്പന്നങ്ങൾക്കും പല നികുതികൾ ചുമത്തി വെക്കാറുണ്ട്. ചില ഉൽപ്പന്നങ്ങൾക്ക് നികുതിയൊന്നും ഉണ്ടാകാറുമില്ല. പ്രത്യേകിച്ച് ഇവിടെ മെക്സിക്കോ പറയുന്നത്, മെക്സിക്കോയുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കാത്ത രാജ്യങ്ങളുടെ കാര്യത്തിലാണ് അവരിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ആഭ്യന്തര വിപണിയെയും ആഭ്യന്തര ഉൽപാദനത്തെയും സപ്പോർട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് മെക്സിക്കോ 50% വരെ താരിഫ് ചുമത്തുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് എല്ലാ പ്രോഡക്റ്റുകൾക്കുമല്ല, നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾക്കായിരിക്കും. എല്ലാത്തിനും 50% ആയിരിക്കില്ല. പല വിധത്തിലുള്ള താരിഫുകളായിരിക്കും ചുമത്തുക. അവരുടെ എക്കണോമിയെ ബാധിക്കാത്ത തരത്തിൽ, ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നിയന്ത്രിതമായ അളവിലുള്ള നികുതികൾ ചുമത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പ്രധാനമായിട്ടും ഏഷ്യയിലെ കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ചൈന, സൗത്ത് കൊറിയ, ഇന്ത്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലായിരിക്കും, പ്രത്യേക കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങളിലായിരിക്കും ഈ ഒരു താരിഫ് വരിക. അപ്പോൾ ഇത് സംഭവം സത്യം തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് അമേരിക്ക ചുമത്തിയത് പോലത്തെ ഒരു നികുതിയല്ല. ഇത് സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഈ താരിഫ് യുദ്ധത്തിന്റെ ഇടയിൽ ഇതൊരു വലിയ വാർത്തയും ചർച്ചയും ആകുന്നു എന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഇത്തരത്തിൽ താരിഫ് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തും. കാരണം അമേരിക്കയായിട്ട് തുടങ്ങി വെച്ച ഒരു കാര്യം ഒരു ട്രെൻഡായിട്ട് മാറും. ഇന്ത്യയൊക്കെ വളരെ മുമ്പ് തന്നെ താരിഫ് ചുമത്തിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ട്രംപിന് നമ്മളെ അടുത്ത് ഇത്ര കലിപ്പുണ്ടായതും. കാരണം നമ്മൾ അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് അവരുടെ ഇഷ്ടത്തിന് ഇങ്ങോട്ട് നമ്മുടെ വിപണിയിലേക്ക് വരാനും പറ്റുന്നില്ല. അവിടെ നമ്മുടേതൊരു വികസ്വര രാഷ്ട്രവും അമേരിക്കയുടേത് ഒരു വികസിത രാഷ്ട്രവും എന്ന വ്യത്യാസമുണ്ട്. പക്ഷെ ട്രംപ് പറയുന്നത് അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് ആ വിഷയത്തെ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വ്യാപാര കരാറുകൾ ഉണ്ടാക്കാത്ത രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡിൽ ഇത്തരത്തിലുള്ള ഈ ഒരു നികുതി ചുമത്തുന്ന സമ്പ്രദായം ഒരു ട്രെൻഡായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.